ഞാനൊരു വീഡിയോ കാണിക്കാം, എന്നിട്ട് ഞാൻ സംസാരിക്കാം. ഓക്കെ. ആർക്കും വന്ന് എന്നെ കാണാം. എൻ്റെ സൂക്കേട് തീർന്നു എന്നാണ് ആദ്യം എന്നോട് ചോദിച്ചൊരു വാക്ക്. എൻ്റെ കുഞ്ഞെൻ്റെ കൂടെ ഉണ്ട്, ഒരു 9 വയസ്സുള്ളൊരു കുഞ്ഞു കൂടെയുണ്ട്. അവളത് കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയെ കാണാനാണ് പോയത്. എനിക്കൊരു വീടിന് ഞാൻ പണ്ട് കൊടുത്തിരുന്നതാണ്. എനിക്ക് വീട് തരുവോ ഇല്ലയോ എന്നുള്ളതാണ്, അതറിയാനാണ് ഞാൻ പോയത്. മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാന്ന് പറഞ്ഞാൽ എൻ്റെ സൂക്കേട് തീർന്നു എന്നാണ് ആദ്യം എന്നോട് ചോദിച്ചൊരു വാക്ക്. എൻ്റെ കുഞ്ഞെൻ്റെ കൂടെ ഉണ്ട്, ഒരു 9 വയസ്സുള്ളൊരു കുഞ്ഞു കൂടെയുണ്ട്. അവളത് കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത് എന്നു പറഞ്ഞാൽ ഞാൻ വാർത്ത കൊടുത്തു, ചാനലുകാരോട് വാർത്ത കൊടുത്തു എന്നും പറഞ്ഞ് നിങ്ങളുടെ വലിയ സൂക്കേട് തീരട്ടെ എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. ഞാൻ അപ്പം തന്നെ പോലീസുകാർ വന്ന് എന്നെ ഇറക്കി വിടുമായിരുന്നു. എന്നോട് പറഞ്ഞു എനിക്ക് പൊക്കോളാൻ പറഞ്ഞു. ഞാനൊരു പരാതി പറഞ്ഞെന്നും പറഞ്ഞിട്ടാണ് എന്നെ ഒഴിവാക്കിയിട്ട് ബാക്കി 3 പേർക്ക് ഈ വീട് കൊടുത്തേക്കുന്നത്. സ്ഥലം എവിടെയെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ വീട് തരാം എന്നും പറഞ്ഞിട്ടാണ് ഞാനിതിനിറങ്ങിയത്. ഇല്ല, ഞാൻ ഒട്ടും ഇറങ്ങൂലായിരുന്നു. ഇതിപ്പം ഞാൻ കഷ്ടപ്പെട്ടിട്ട് ബാക്കി 3 പേർക്കും ഇതിനകത്ത് വീട് എനിക്കില്ല. അതെന്താണ്? ഇതിനെന്താ ഒരു വിശദീകരണം പറയുന്നത്? എന്താ നിങ്ങൾക്ക് വീടില്ലാത്തതിന്? തരില്ല എന്ന് തന്നെ പറഞ്ഞു. ഇല്ലാന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞു. തിരുവനന്തപുരം പോയപ്പോഴും ഇത് തന്നെ പറഞ്ഞു, എന്റെ സൂക്കേട് തീരട്ടുള്ളൂ. ഒരാൾക്കും അനുമതി നിഷേധിച്ചിട്ടില്ല, ഞാനും ഏറ്റവും നിഷേധിക്കുകയില്ല. നമ്മൾ എന്തിന് ഇത്രയും കഴിവുകെട്ട ആളുകളെ നമ്മൾ തിരഞ്ഞെടുത്തെന്ന് ഞാൻ സത്യത്തിൽ ഇങ്ങനെ അങ്ങ് ലജ്ജിച്ചു പോകുന്നു. നമ്മൾ ആവശ്യപ്പെട്ട തരത്തിലുള്ള ഞാനിന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ, കേട്ടല്ലോ എന്താന്ന്. ഞാനിന്ന് ഈ വീഡിയോ കാണാൻ ഇടയായതാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കേട്ടിട്ട് തന്നെ ഭയങ്കര സങ്കടമായിപ്പോയി. മനസ്സിലായോ? ഭയങ്കര അവരുടെ ഗതികേട് കൊണ്ടാണ് അവരുടെ മുന്നിൽ ഒരു അപേക്ഷയായിട്ട് പോയത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ മനുഷ്യർ, ഈ സാർ എന്താണ് ഈ ചെയറിൽ ഇരുന്നിട്ട് കാണിക്കുന്നത്? സാർ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുവാണ്, സാറിന് എന്താണ് പ്രശ്നം? സാറ് ഭരണം ചെയ്യാൻ, നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ തന്നെയാണോ ആ ചെയറിലിരിക്കുന്നത്? എന്താണ് ആ സാർ ആ ചേച്ചിയോട് സംസാരിച്ചത്? നിൻ്റെ സോക്കേട് തീർന്നു എന്ന്. അതെന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് സാർ, എന്താണ് ഉദ്ദേശിച്ചാണ് ആ ചേച്ചിയോട് സംസാരിച്ചത്? സാറ് ഒരപേക്ഷയും കൊണ്ട്, അവരുടെ നിവൃത്തിയേട് കൊണ്ട് ഒരപേക്ഷയും കൊണ്ട് സാറിൻ്റെ മുന്നിലേക്ക് ആ കുഞ്ഞിനെയും കൊണ്ട് വന്നപ്പോഴത്തേക്ക് സാറ് പറഞ്ഞ വാക്കാണ് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത്, നിൻ്റെ സോക്കേട് തീർന്നു എന്ന്. വളരെ മോശമാണ് സാർ. സാർ ആ പദവിയിലിരുന്നിട്ട്, ആ ചെയറിലിരുന്നിട്ട്, ഒരു മുഖ്യമന്ത്രിയായിരുന്നിട്ട് സാറിന് ഈ വാക്ക് പറയാവോ? ആരടുത്ത് എപ്പോൾ എങ്ങനെ സംസാരിക്കണമെന്ന് സാറിന് അറിയില്ലേ? സാർ അത് അറിയില്ലായിരുന്നെങ്കിൽ പഠിച്ചിട്ടൊക്കെ വരണമായിരുന്നു സാർ. എന്നിട്ട് ചെയറിലിരിക്കണം. എന്നിട്ട് വരുന്ന ആൾക്കാരുടെ അടുത്ത് ആ മാന്യമായിട്ടുള്ള രീതിയിൽ ഇടപഴകണം. മാന്യമായിട്ടുള്ള രീതിയിൽ അവർ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു അപേക്ഷ കൊണ്ടു തന്നു, വായിച്ച് നോക്കിയിട്ട് പറയണം, വിഷമിക്കേണ്ട കേട്ടോ, വേണ്ടത് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തു തരാം, വീട് തരാം എന്ന് പറയേണ്ടതിന് പകരം എൻ്റെ സോക്കേട് തീർന്നു എന്ന്. അവരുടെ സോക്കേട് സാറ് തീർത്തു കൊടുക്കൂ? എന്താണ് സാർ ഒരു സ്ത്രീൻ്റെ അടുത്ത് പറഞ്ഞ വാക്കാണോ ഇത്? ഈ പറഞ്ഞത് ശരിയാണോ ഇത്? ഇപ്പം ഞാനൊരു ഉദാഹരണം ചോദിക്കട്ടെ സാർ. സാറിൻ്റെ വീട്ടിൽ സാറിൻ്റെ ഭാര്യയെയും സാറിൻ്റെ പെങ്ങന്മാരുടെ അടുത്ത് സാർ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? നിൻ്റെ സോക്കേട് തീർന്നു? അത് ചിലപ്പോൾ സംസാരിക്കുമായിരിക്കും. അത് സാറിൻ്റെ ഭാര്യയും സാറിൻ്റെ പെങ്ങന്മാരുടെ അടുത്തും സംസാരിക്കാം. അത് സംസാരിക്കുന്നെങ്കിൽ അത് പുറത്തുള്ള പെണ്ണുങ്ങളുടെ അടുത്തല്ല അത് സംസാരിക്കേണ്ടത്. സാറിൻ്റെ വീട്ടിലുള്ള ആൾക്കാരല്ല പുറത്തുള്ളവർ. അവർക്ക് കൊടുക്കേണ്ട മാന്യത കൊടുക്കണം. സാറിന് എന്തെങ്കിലും അവർ തെറി വിളിച്ചോ, അനാവശ്യം പറഞ്ഞോ? ഇല്ലല്ലോ. സാറാണ് അങ്ങോട്ട് അനാവശ്യം പറഞ്ഞിരിക്കുന്നത്. ഇത് സാറിന് ചേരുന്നതാണ്. സാറിൻ്റെ കൾച്ചർ എന്താണെന്ന് സാറ് തന്നെ തെളിയിച്ചു കഴിഞ്ഞു. ഈ ജനങ്ങൾക്കെല്ലാം മനസ്സിലായി സാറിൻ്റെ കൾച്ചർ എന്താണെന്ന്, സാറിന് എത്ര വിവരമുണ്ടെന്ന്. എത്ര ഒരു മാന്യതയുണ്ട്, ഒരു വിവരമുള്ളൊരു മനുഷ്യനാണെങ്കിൽ സാറിങ്ങനെ ഒരു സ്ത്രീൻ്റെ അടുത്ത് ഇങ്ങനെ മൂത്ത് നോക്കി ചോദിക്കില്ല, നിൻ്റെ കടി തീർന്നു എന്ന്. കഷ്ടം തന്നെ സാർ. ഇത്രയും തരം താഴ്ന്നു പോകരുത്. തരം താഴ്ന്നതിനേക്കാൾ അപ്പുറമായിപ്പോയി. ഒരു മുഖ്യമന്ത്രിമാർ ഇതിന് മുമ്പേ ഭരിച്ചിട്ടുണ്ട്, ഇതുപോലെയൊക്കെ സംസാരിച്ചിട്ടുണ്ടോയെന്ന് ഞാൻ കേട്ടിട്ട് പോലുമില്ല എൻ്റെ ജീവിതത്തിൽ. അതൊരു സ്ത്രീൻ്റെ അടുത്ത്. എന്താണ് അവർ ചെയ്ത തെറ്റ്? സാർ പറ.
അവരുടെ നിവൃത്തികേട് കൊണ്ടുവന്ന് അവർക്കൊരു നിവൃത്തിയില്ലാഞ്ഞിട്ട് ഒരു അപേക്ഷ കൊണ്ടുവന്ന് എനിക്കൊരു വീട് വേണോ സാറ് കൊടുക്കാമെന്നും പറഞ്ഞു, അവർക്ക് ഉറപ്പ് പറഞ്ഞു. സാറ് പറഞ്ഞ വാക്കാണോ ഇവിടെ പാലിച്ചുകൊണ്ടിരിക്കുന്നത്? പറയുന്ന വാക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മാറ്റി പറയുന്നു. എന്താ സാർ രാഷ്ട്രീയക്കാർ പുറത്തുള്ളവർ പറയുന്ന കറക്റ്റാണ്. രാഷ്ട്രീയക്കാർ പറയുന്നത് വിശ്വസിക്കാൻ പാടില്ല. അപ്പം കാണുന്നിടത്ത് പറയുന്നതല്ല പിന്നെ പറയുന്നത് മാറ്റി പറയും. അതെത്രയോ കറക്റ്റാണ്. നിങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുമല്ലേ രാഷ്ട്രീയക്കാരും. നിങ്ങളുടെ വാക്കിന് എന്തെങ്കിലും വിലയുണ്ടോ? എന്താണ് സാറിൻ്റെ ഞാൻ ചോദിക്കട്ടെ, സാറിൻ്റെ എന്നിട്ട് വേറെ രണ്ട് മൂന്ന് പേർക്ക് വീട് കൊടുത്തു വന്നു. അവർക്ക് വീട് കൊടുത്തില്ല എന്ന്. അവരുടെ അടുത്ത് വാശിയും ഉള്ളത് കൊണ്ട് അവർക്ക് കൊടുത്തില്ല. അവരുടെ കൂടെ കൊടുത്തവർക്ക് ഒരു 3 വീട് കൊടുത്തിരിക്കുവാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സാറിൻ്റെ കുടുംബത്തു നിന്നോ സാർക്ക് ഇഷ്ടപ്പെട്ട പൈസയോ സാറിൻ്റെ കുടുംബത്തു നിന്നോ കൊണ്ടുവന്ന് കൊടുത്തതാണോ ഈ 3 പേർക്കും സാറിൻ്റെ ഇഷ്ടത്തിന് അവർക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്? അങ്ങനെയാണെങ്കിൽ സാറ് ജോലി ചെയ്ത് സാറിൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വെച്ച് സാറിന് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. ചിലർക്ക് കൊടുക്കാം, ചിലർക്ക് അത് സാറിൻ്റെ ഇഷ്ടം. പക്ഷേ ഇത് സാറിൻ്റെ പൈസയല്ല. സാറിൻ്റെ ഇഷ്ടത്തിനടുത്ത് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഖജനാവ് പൈസയാണ്, ഞങ്ങളെപ്പോലുള്ളവരുടെ പൈസയാണത്. അത് അർഹത ഉള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. അർഹത ഉള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല സാറിൻ്റെ ഇഷ്ടത്തിനല്ല അവിടെ പ്രവർത്തിക്കേണ്ടത്. ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും ജനങ്ങളുടെ അർഹതയുണ്ടോ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സാറിനെ പോലെയുള്ളവർ ആ ചെയറിൽ ഇരുത്തിയിരിക്കുന്നത്. സാറിന് ഇനിയും മനസ്സിലായില്ലേ സാറ് ആ ചെയറിൽ കയറിയിരുന്നിട്ട്? എന്താണ് സാറിൻ്റെ ഉദ്ദേശം? സാർ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? നാളെ ഒരിക്കലും വേറെ സ്ത്രീകൾ വന്ന് ഇതുപോലെ പരാതി തന്ന അവരുടെ അടുത്ത് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? എന്താണ് സാർ ഈ കാണിക്കുന്നത്? അവരൊരു പരാതി കൊണ്ട് ആരടുത്താണ് വരേണ്ടത്? പിന്നെ സാറിൻ്റെ അടുത്തല്ലാതെ വേറെ ആരുടെ അടുത്ത് പോകണം അവർ പരാതിയും കൊണ്ട്? അവരെന്താണ് ചെയ്ത തെറ്റ്? അവരെന്തോ ഒരു വീഡിയോയിൽ എന്തോ ഒരു ഇത് കൊടുത്തു, ചാനലിൽ ഒരു ഇത് കൊടുത്തു. അത് സാറിന് ഇഷ്ടപ്പെട്ടില്ല. അത് അവരുടെ ഇഷ്ടം. സാറ് ചെയ്യേണ്ട കാര്യം ജോലി ആ ചെയറിലിരുന്ന് ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ? അവർക്ക് മീഡിയാസിൽ പറയേണ്ട കാര്യമുണ്ടോ ചാനലുകാരുടെ അടുത്ത്? അപ്പോൾ അവനവൻ്റെ ജോലി അവനവൻ ആ ചെയറിൽ കയറിയിരുന്ന് ചെയ്യണം. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ജനങ്ങൾ ഞങ്ങളെപ്പോലെയുള്ളവർ ഇതുപോലെ പ്രതികരിക്കും, ഇനിയും പ്രതികരിക്കും. സാറ് എങ്ങനെയൊക്കെ ചെയ്യുന്നോ ആ രീതിയിലെല്ലാം ഞങ്ങൾ പ്രതികരിച്ചുകൊണ്ടിരിക്കും. സാർ കാണിക്കുന്ന മഹാമോശമാണ് സാർ. ആ ചേച്ചിയോട് പറഞ്ഞത്, ആ സ്ത്രീയോട് പറഞ്ഞത് മഹാ തെറ്റാണ്. ആ ചേച്ചിയുടെ മോൾ എന്തോരം വിഷമിച്ചിട്ടുണ്ടാവും. ആ ചേച്ചിക്ക് ഭയങ്കര വിഷമം. എൻ്റെ മോള് വരെ കേട്ടെന്നു. എന്ത് നാണക്കേടാണ് സാറ്. സാറിൻ്റെ ഭാര്യയും സാറിൻ്റെ പെങ്ങളോ ആണ് ഈ വേറൊരു മന്ത്രീൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു അവസ്ഥ ഒരു അപേക്ഷയും കൊണ്ട് പോയാൽ സാറിൻ്റെ സ്ഥാനത്ത് വേറൊരു മന്ത്രിയാണ് സാറിൻ്റെ വൈഫിൻ്റെ അടുത്തോ സഹോദരീൻ്റെ അടുത്തോ ഇങ്ങനെ പറഞ്ഞാൽ സാറ് സഹിക്കുമോ? ഇപ്പോൾ സാറ് പറഞ്ഞില്ല ആ സ്ത്രീൻ്റെ അടുത്ത് നിൻ്റെ കടി തീർന്നു. ഇതേ വാക്ക് വേറൊരു മന്ത്രി നിങ്ങളുടെ ഭാര്യേൻ്റെ അടുത്തോ നിങ്ങളുടെ പെങ്ങന്മാരുടെ അടുത്തോ പറഞ്ഞാൽ സാറ് സഹിക്കുമോ? ആ സ്ത്രീൻ്റെ ആ ചേച്ചിയുടെ സ്ഥാനത്ത് നിങ്ങൾ അവരെ നിർത്തി നോക്കിയേ. സാറ് സഹിക്കുമോ? ആരും സഹിക്കില്ല. ഞങ്ങളെപ്പോലെ ഉള്ളവർ ചോദിക്കും സാർ. മനസാക്ഷിയുള്ള കുറേ മനുഷ്യരിവിടെ ഉണ്ട്. ഞങ്ങളെപ്പോലെ ഉള്ളവർ ജനങ്ങൾ ചോദിക്കും. ഇനിയിപ്പോൾ ഈ കാര്യം നാട്ടിലെ പെണ്ണുങ്ങളെല്ലാം കയറി അങ്ങ് സാറിൻ്റെ അടുത്ത് വന്നാലേ സാറിന് താങ്ങാൻ പറ്റില്ല. കാരണം ഒരു പെണ്ണുങ്ങളെയാണ് ആക്ഷേപിച്ചിരിക്കുന്നത്. ആ ചേച്ചീനെ പറഞ്ഞാൽ മറ്റുള്ള പെണ്ണുങ്ങളെയും പറഞ്ഞതിന് തുല്യമാണ് സാറ്. മനസ്സിലായോ? എന്താണോ കരുതി വെച്ചിരിക്കുന്ന പെണ്ണുങ്ങളെക്കുറിച്ച്? എന്ത് അനാവശ്യവും വീട്ടിൽ സംസാരിക്കുന്ന പോലെ, എന്ത് കൾച്ചറില്ലാതെ വീട്ടിൽ സംസാരിക്കുന്നത് പോലെ പുറത്ത് വന്ന് പുറത്തെ പെണ്ണുങ്ങളുടെ അടുത്ത് സംസാരിക്കാമെന്നാണോ സാറിൻ്റെ ഉദ്ദേശം? അത് സാറിൻ്റെ കയ്യിലിരിക്കും കേട്ടോ. ചിലപ്പോൾ വേറെ വല്ല സംഭവിക്കും പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന്. അത് ഉറപ്പാണ് സാർ. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ സംസാരിക്കുക. തൽക്കാലം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ സാർ. കാരണം എന്ന് വെച്ചാൽ സാർ കാണിച്ചത് മഹാ തെറ്റാണ്, സംസാരിച്ചത് മഹാ തെറ്റാണ്. അവർക്ക് വീട് കൊടുക്കേണ്ട അർഹതയുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. സാറിൻ്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നതല്ല അവർക്ക് കൊടുക്കാൻ പറഞ്ഞത്. അത് സാറിൻ്റെ ഇഷ്ടത്തിന് ആർക്ക് വേണമെങ്കിലും കൊടുത്തേക്ക്. പക്ഷേ ഇത് ഗവൺമെൻറ്റിന്, ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അർഹതയുള്ളവർക്ക് അവകാശപ്പെട്ടതാണ്. അത് സാർ ആ ചെയറിൽ ഇരുന്നിട്ട് ചെയ്തു കൊടുക്കണം സാർ. അല്ലാതെ സാറിൻ്റെ വാശിയും ഇതും തീർക്കേണ്ട അവിടെയല്ല. അവർ അർഹതപ്പെട്ടവരാണ്. അവർക്കൊരു നിവൃത്തി ഇല്ലാഞ്ഞിട്ടാണ് നിങ്ങളുടെയൊക്കെ മുന്നിൽ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇന്ന് അവരുടെ അടുത്ത് നിങ്ങൾ പെരുമാറി, നാളെ നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്നവരുടെ അടുത്ത് വേറെ ആൾക്കാർ പെരുമാറും. അത് ഉറപ്പാണ്. കാലം തെളിയിക്കും സാർ. അത് ഇങ്ങനെയൊന്നും ആരോട് സംസാരിക്കരുത്. ഇങ്ങനെയൊന്നും സാർ ഇരിക്കേണ്ട അടുത്ത് ഇരിക്കുക, ചെയ്യേണ്ട ജോലികൾ ചെയ്യുക ചെറിയിരുന്ന്.
പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സാറിൻ്റെ അടുത്ത് ഇതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇറങ്ങി ചെയറൊന്ന് മാറിക്കൊടുക്കും സാർ. നല്ല ആൾക്കാരുണ്ട് ഇന്ന് ആ ചെയറിലിരുന്ന് ഭരിക്കാനും മറ്റുള്ളവരുടെ വിഷമം കാണാനും സാർ. അല്ലാതെ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇറങ്ങി പോകുക തന്നെ വേണം. അതിന് ആൾക്കാരെ നെഗ്ലക്ട് ചെയ്തുള്ള മറുപടി എല്ലാം നിങ്ങളുടെ പ്രതീക്ഷിക്കുന്നത് അതെല്ലാം നിങ്ങൾ അവരുടെ വേറെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. യു ആർ ദ പബ്ലിക് സർവന്റ്, ആ സെർവ് ചെയ്യണം. മോളെ എന്റെ ലക്ഷ്യം എന്റെ അച്ഛനെ കണ്ടെത്തലാണ്. ജനങ്ങൾക്ക് തോന്നിപ്പോവും ഇതൊരു മുഖ്യമന്ത്രിയാണ് ഈ പറയുന്നത്. മിസ്റ്റർ സർവർ എന്ന സർവന്റ് ഇവിടെ പെരയിലെ പാത്രവും ചട്ടി അടിച്ചു വരുന്ന ആളാണ് മുഖ്യമന്ത്രി. ഇമാര് തെണ്ടിത്തരൊക്കെ വിളിച്ചു തരുമ്പോ അച്ഛനേതായാലും കടലിൽ പോയി. അതിന് മറുപടി ഇപ്പൊ ഞാൻ പറയില്ല. എന്താ വെച്ചാൽ ആൾക്കാർ പറഞ്ഞു പോകുന്നു. എന്റെ പ്രശ്നം എന്താണ്? എന്റെ പ്രശ്നം ഇതൊന്നുമല്ല. ഇജ് വഴി തെറ്റി പോവാണ്. എന്നെ ആരൊക്കെ മൂപ്പിച്ചേരാണ്. ഇജ് അതിനനുസരിച്ചിട്ട് ചിലക്കാണ്. അത് നിങ്ങളുടെ സ്വഭാവം. വഴിതെറ്റിപ്പോകുന്നത് ഇവ പറഞ്ഞില്ലേ കുട്ടീനെ, അത് നിങ്ങളുടെ സ്വഭാവമാണ് വഴിതെറ്റിപ്പോണത്. ഇപ്പോൾ മറ്റുള്ളവരുടെ വാക്ക് കേട്ടാണ് നിങ്ങളിപ്പോൾ സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വന്നതെന്ന് ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് വിവരമുണ്ട് സാർ, വിവരമുണ്ട്. കേട്ടാ ചേട്ടാ? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ സംസാരിക്കുന്നത് തന്നെ നല്ല മലയാളം സംസാരിക്കുക. ഇതെന്ത് ഭാഷയായത് ഇയാൾ സംസാരിക്കുന്നത്? എന്ത് ഭാഷയാണ്? എന്നാലും ഞങ്ങൾ തപ്പിത്തടഞ്ഞ് ഞങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലായി. കുട്ടിയുടെ അച്ഛനെ കണ്ടില്ലെങ്കിൽ പ്രതികരിക്കും. ആ ചെയറിൽ ഇരുന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അത് ചെയ്യാഞ്ഞിട്ടാണ് ആ കുട്ടി പ്രതികരിച്ചത്. ഇപ്പം കുട്ടി പ്രതികരിച്ചാണോ ഇവിടെ ഇപ്പോൾ വലിയ സംഭവം? അപ്പം ആ ചെയറിൽ ഇരുന്ന് മുഖ്യമന്ത്രിക്ക് എന്ത് തോന്നിയാസവും ചെയ്യാം. അതെല്ലാം ഞങ്ങളെപ്പോലുള്ള നാട്ടുകാർ മൊത്തം സഹിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. എന്ത് കാണിച്ചാലും ഞങ്ങൾ മിണ്ടാതിരിക്കണം. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനി അത് ഉണ്ടാവത്തില്ല. ഇനി പ്രതികരിച്ച് തുടങ്ങി. കാലം മാറി, ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾ വോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെയറിൽ ഇരുത്തിട്ടുണ്ടെങ്കിൽ അതേ ആ കുട്ടി പറഞ്ഞതുപോലെ സർവൻ്റ് തന്നെയാണ്. ഞങ്ങൾക്ക് വേണ്ടിയാണ് വോട്ട് കൊടുത്ത് ജയിപ്പിച്ച് ആ ചെയറിൽ കൊണ്ടിരുത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടിയാണ് ജോലി ചെയ്യേണ്ടത്. ഞങ്ങളാണ് ശമ്പളം കൊടുക്കുന്നത് എല്ലാവർക്കും. ജനങ്ങളുടെ പൈസ എടുത്താണ് ശമ്പളങ്ങൾ കൊടുക്കുന്നത്. മനസ്സിലായില്ലേ ചേട്ടൻ ഇതുവരെയ്ക്ക്? അത് മനസ്സിലായില്ലെങ്കിൽ വീട്ടുകാരുടെ അടുത്തോ മറ്റുള്ളവരുടെ അടുത്തോ പോയി ചോദിക്കേ, ആരാ ശമ്പളം കൊടുക്കുന്നതെന്ന്. ഈ ഗവൺമെൻറ്റിൽ ജോലി ചെയ്യുന്നത് മന്ത്രിമാർക്കും മറ്റുള്ളവർക്കൊക്കെ ആരാ ശമ്പളം കൊടുക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കേ. അപ്പോൾ അവനവൻ്റെ ജോലി അവനവനാണ് ചെയറിലിരുന്ന് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ഇതുപോലെ പ്രതികരിക്കും ജനങ്ങൾ. ആ കുട്ടിയുടെ അച്ഛനാണ് കാണാതെ പോയത്, വേറെ ആരുമില്ല, സ്വന്തം അച്ഛനെ കാണാതെ പോയത്. അതുകൊണ്ട് അത് പ്രതികരിക്കും. ആ കൊച്ച് സംസാരിച്ചതാണ്, ആ കൊച്ച് ബോൾഡായിട്ട് നിന്ന് സംസാരിച്ചതാണോ കുറ്റം? വേറൊരു വീഡിയോ കാണിക്കാം. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വലിയ അനാസ്ഥയെ പറ്റി എനിക്ക് പറയേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത് കടൽ തീരത്തോ അയ്യോ അവിടെയൊക്കെ പോയാലുള്ള അവസ്ഥ അറിയാമല്ലോ. എന്തവസ്ഥ? മുഖ്യമന്ത്രി തന്നോട് മാപ്പ് പറഞ്ഞോടുക്കുക. ഇവള് പറയണ്ടത് ഇവള് പക്ക എന്താ വെച്ചാല് പക്ക CPM ഒരു സക്കാത്തിന്ന് അറിയില്ലേ, അതിൽ പെട്ടാന്ന് പോലെ. അച്ഛനെ കാണാനില്ലെങ്കിലും വേണ്ടില്ല, മുഖ്യമന്ത്രി മാപ്പ് പറയണം. ഇവളാ സമയത്ത് മുഖ്യമന്ത്രിയോട് കടപ്പുറത്തെ കാര്യങ്ങൾ ചോദിച്ചപ്പോ അത് എനിക്ക് അറിയാന്ന് പറഞ്ഞാണ്. അതിന് ഇവള് വളച്ചൊടിച്ചിട്ട് ഇവള് ചിലക്കിനിട്ടാല് അച്ഛനെ ഏഴ് കാണാണ്ടായാലും വേണ്ടില്ല, കണ്ടില്ലേലും വേണ്ടില്ല. ഇവക്ക് നാളെ ആളറിയണം. ഞാൻ പറഞ്ഞാൽ കയറിപ്പോ വേറെ പണിക്കോയിക്കൂടെ പെൺകുട്ടികൾക്ക്. ഇവളൊക്കെ പറഞ്ഞിട്ടാല് കടപ്പുറത്തുള്ളവർക്ക് വേണ്ടി. എന്താടോ നീ വാങ്ങിച്ചു കൊടുക്കുമോ പണി? അവർ പഠിച്ച് അവർ കറക്റ്റായിട്ട് അവർ പണി വാങ്ങിച്ചോളും. ഇപ്പം താൻ പണി വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ അവളുടെ അച്ഛനെ കാണാത്തതിൻ്റെ വിഷമം, ആ കുട്ടിയുടെ അച്ഛനെ കാണാത്തതിൻ്റെ വിഷമം ആ കുട്ടി പറഞ്ഞു, പ്രതികരിച്ചു. അതിലെന്താ തെറ്റ്? ആ കുട്ടിയുടെ സ്ഥാനത്ത് ആരും പ്രതികരിക്കും. ആ കുട്ടിയുടെ സ്വന്തം അച്ഛനാണ് പോയത്, കഷ്ടപ്പെട്ട് ഒരു വീടിൻ്റെ നാഥനാണ് പോയത്. അപ്പോൾ അത് പ്രതികരിക്കും. തന്നെ പോലെ ഉള്ളവർക്ക് അതൊന്നും ദഹിക്കത്തില്ലടോ. തന്നെ പോലെ ഉള്ളവർക്ക് ഇതുപോലെ ചേറിയിരിക്കുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. CPM അത് തൻ്റെയൊക്കെ തൊഴിലാണ്. അവരാരും പറഞ്ഞിട്ടല്ല സംസാരിക്കുന്നത്. അത് തൻ്റെയൊക്കെ തൊഴിലാണ്. മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ഇപ്പം കസേരയിരിക്കുന്ന സാറിന് വേണ്ടിയിട്ട് നിങ്ങൾ വക്കാലത്ത് പറയാൻ വന്നത്. ഇങ്ങനെയുള്ള കുറേ എന്തോ പറയില്ല, ദൂതന്മാരുണ്ടല്ലോ, കുറേ കാവൽക്കാർ കൂടെ നിൽക്കുന്ന നിങ്ങളെപ്പോലുള്ള കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. കുറേ വക്കാലത്തും പറഞ്ഞു. ഞങ്ങളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ട്, അതുകൊണ്ട് പ്രതികരിക്കുന്നുണ്ട് ജനങ്ങൾ. അപ്പോൾ താനിപ്പോൾ ആ കൊച്ചിന് ജോലിയൊന്നും വാങ്ങിച്ചു കൊടുക്കണ്ട. ആ കൊച്ചിന് പഠിച്ച് ജോലി കിട്ടേണ്ട സമയത്ത് ആ കൊച്ച് ജോലി വാങ്ങിച്ചോളും. താൻ കേട്ടോ? അപ്പോൾ ആ കൊച്ചിന് വേണ്ടിയിട്ട്, ആ കൊച്ചിൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ആ കൊച്ച് പ്രതികരിക്കും. പിന്നെ മാപ്പിൻ്റെ കാര്യം, മാപ്പ് പറയണോടോ. മന്ത്രി തെറ്റ് ചെയ്താൽ ഒരു സമൂഹത്തിനെയാണ് കൊച്ചാക്കി സംസാരിച്ചത്. താനും കൊച്ചാക്കി സംസാരിച്ചല്ലോ. എന്താ മുക്കുവനെന്നോ ലാസ്റ്റ് എന്താ പറയുന്നത് കേട്ടല്ലോ, മുക്കുവനെന്ന്.
എന്താടോ തൻ്റെ അമ്മ മുക്കാതെയാണോ തന്നെ പ്രസവിച്ചത്? എന്താടോ ഈ തീരദേശത്തുള്ളവർക്കൊരു പേര് നിങ്ങൾ ചാർത്തി കൊടുത്തത് മുക്കുവരാണെന്ന്? എന്തോ കളിയാക്കി സംസാരിക്കണോ? തൻ്റെ അമ്മ എന്താടോ തന്നെ മുക്കാതെയാണോ പ്രസവിച്ചത്? തൻ്റെ അമ്മയോട് പോയി ചോദിക്കുക, അമ്മ എന്നെ എങ്ങനെ പ്രസവിച്ചോന്ന് ചോദിക്കുക. അപ്പോൾ അമ്മ പറഞ്ഞു തരും, മോനെ മുക്കിയാ പ്രസവിച്ചതെന്ന്. ഈ ലോകത്തിലുള്ള എല്ലാ അമ്മമാരും മുക്കി തന്നെടോ പ്രസവിക്കുന്നത്. മുക്കുവരാന്ന് ഒരുമാതിരി കളിയാക്കി സംസാരിക്കുമോ തീരദേശക്കാരെ? ആ കുട്ടീനെ കളിയാക്കിയാ സംസാരിച്ചിരിക്കുന്നവൻ. നിൻ്റെ സംസാരം എന്ത് സംസാരമാടോ? താൻ മലയാളം പഠിച്ചിട്ട് പാടോ? ഏതോ ഒരു ഭാഷയിലെ സംസാരിച്ച് ശരിക്കും മലയാളം പോലും അറിയില്ല. എന്നിട്ട് സംസാരിക്കാൻ വന്നിരിക്കുക വക്കാലത്ത് പറയാനായിട്ട്. തെറ്റ് ചെയ്തവർക്ക് വക്കാലത്ത് പറയാൻ വന്നാൽ തൻ്റെ വീട്ടിലൊക്കെ ഇതുപോലെയൊക്കെ സംഭവങ്ങൾ നടക്കുമോ? നടക്കുമ്പോൾ താൻ ഇതുപോലെ മുഖ്യമന്ത്രിനെ സപ്പോർട്ട് ചെയ്താൽ മതി. സാറേ കുഴപ്പമില്ല കേട്ടോ, എൻ്റെ അച്ഛനും സഹോദരങ്ങളും കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല, സാറിൻ്റെ കൂടെ ഞാൻ നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് തൊട്ടിലിട്ട് അങ്ങ് താരാട്ട് പാടി ഉറക്കുക കേട്ടോ. അത് തൻ്റെ കുടുംബത്ത് വരുമ്പോൾ താൻ ചെയ്താൽ മതി. മറ്റുള്ളവരെല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. ഞങ്ങളെപ്പോലെയുള്ളവർ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇതുപോലത്തേക്ക് ആവശ്യഘട്ടങ്ങളിൽ എത്താൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ കാണാൻ വേണ്ടിയിട്ടല്ല ഇരുത്തിയിരിക്കുന്നത്. വെറുതെ ഇരുന്ന് ശമ്പളം വാങ്ങിക്കുകയല്ല ചെയ്യേണ്ടത്, അതിന് ഇറങ്ങി ജോലി ചെയ്യണം. ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോരുത്തർക്കും ഓരോ തൊഴിലുണ്ട്, ആ ജോലി ചെയ്യണം. ആ ജോലി ചെയ്തില്ലെങ്കിൽ ജനങ്ങൾ ഇതുപോലെ പ്രതികരിക്കും. അതിൽ അവരെ കുറ്റപ്പെടുത്തിയിട്ടോ അടിച്ചമർത്തിയിട്ടോ ഒരു കാര്യവുമില്ല. ആ കുട്ടി ഇപ്പോൾ കുറച്ച് ഇംഗ്ലീഷ് പറഞ്ഞു, ആ കുട്ടി ഇപ്പോൾ നല്ല ബോൾഡായിട്ട് നല്ല തൻ്റെ ഇടത്തോടെ മുഖ്യമന്ത്രിൻ്റെ അടുത്ത് സംസാരിച്ചതാണ് ഇവിടെ ഉള്ള കുറേ തോഴന്മാർക്ക് ഇഷ്ടപ്പെടാത്ത. കുറേ തോഴന്മാർ വന്നിട്ടുണ്ട്, ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് വരുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് സപ്പോർട്ടായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അത് നിൻ്റെയൊക്കെ കുടുംബത്ത് നടക്കുമ്പോഴത്തേക്ക് നീ മുഖ്യമന്ത്രീൻ്റെ അടുത്ത് പറഞ്ഞാൽ സാരമില്ല സാറേ, ഞങ്ങളെ വീട്ടിലുള്ളവരെ സാറ് തിരക്കിയില്ലെങ്കിലും ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല, അത് നിങ്ങളുടെയൊക്കെ കുടുംബത്ത് വരുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ഒന്നടങ്ക് നിങ്ങൾ ആക്ഷേപിക്കുകയോ ചെയ്യുന്നത്. ആ കുട്ടിക്ക് ജോലി വാങ്ങിക്കാൻ കുട്ടിക്ക് നന്നായിട്ടറിയാം. താൻ വാങ്ങിച്ചു കൊടുക്കേണ്ട ജോലി. തന്നെ പോലെയുള്ള കുറേമാരുണ്ടടോ ഈ നാട് നശിപ്പിക്കുന്ന. അങ്ങനെയാണ് ഈ കുറേ മന്ത്രിമാരുടെ കുറേ ബാലാട്ടി പട്ടികളുണ്ട്, അവരാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നങ്ങൾ. അവരെയൊക്കെ നിർത്തേണ്ടടുത്തൊക്കെ നിർത്തണം, മനസ്സിലായ? അതിൻ്റെ ഇതിലായിരിക്കും സാറ് ചെയറിലിരുന്ന് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്. സാറേ അന്നും കണ്ട മൈൻഡ് ചെയ്യേണ്ട സാറേ, അവരവിടെ കിടന്നുകൊണ്ട് ഇതാകും. സാർ അവിടെ ഇരുന്നിട്ട് AC ഇരുന്ന് അങ്ങ് ശമ്പളം വാങ്ങിച്ചെടുത്താൽ മതിയെന്ന് വിചാരിക്കും. ചെയ്യേണ്ട പണി ചെയ്തില്ലെങ്കിൽ ജനങ്ങൾ പ്രതികരിക്കും. ഇരുത്താൻ അറിയാമെങ്കിൽ അവ ചെയറിന്ന് പൊക്കാനും അറിയാം ജനങ്ങൾക്ക്, മനസ്സിലായോ? കുറേ വക്കാലത്തുമായിട്ട് വന്നിരിക്കുന്നത്. നന്നായിട്ട് മലയാളം പോലും സംസാരിക്കുക, എന്തോ ഒരു ഭാഷയിലാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ രണ്ടുപേരെ ഞാൻ വീഡിയോ കാണിച്ചില്ലേ, എന്തൊക്കെയാണോ എന്തോ ഭാഷ. പിന്നെ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും തപ്പിത്തടഞ്ഞ് നമ്മൾ ഒന്ന് മനസ്സിലാക്കിയെടുത്തു ഈ ഭാഷ. വേറെ എന്തൊക്കെ കുറേ പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ അനങ്ങിയ മുഖ്യമന്ത്രി രാജിക്ക, മുഖ്യമന്ത്രി വാപ്പറിയ സഖാക്കന്മാരൊരു പരിപാടി. അപ്പൊ നിങ്ങൾ റേഡിയോയിൽ എന്തോ റെക്കോർഡ് ചെയ്തിട്ട് അത് പോക്കലിട്ട് നടന്നോളി, അതാ നല്ലേ. എല്ലാരും മാപ്പ് പറയുന്നത്. എന്താ നാളെ അച്ഛനെ പഠിച്ചിട്ട് വല്ല ജോലി എന്തോ കിട്ടുമോ നോക്ക്. എല്ലാരും അച്ഛനെ കാണാനല്ല, എന്നാലും ഓൾക്ക് പ്രശ്നമല്ല. ഓൾക്ക് മുഖ്യമന്ത്രി മാപ്പ് പറയണം. ബാക്കാരൻ എന്നോട് ഓളാട്ട് പോയിക്കാണ് കുറ്റിജോലി അടിച്ചു ഓടിക്കണം നമ്മളൊക്കെ. എല്ലാരും ഇവിടെ ഉള്ളവരും പഠിച്ചവരാണ് സാർ. പറഞ്ഞ ഭാഷ ഉണ്ടോ? കുറ്റിച്ചൂല് അടിച്ച് പുറത്താക്കണമെന്ന്. താൻ പാടോ, കുറ്റിച്ചോലും എടുത്തോണ്ട് വാ, സമൂഹത്തോട്ട് ഇറങ്ങ്. അപ്പോൾ പെണ്ണുങ്ങൾ കാണിച്ചു തരും, എല്ലാ ജില്ലയിലെ പെണ്ണുങ്ങളും കാണിച്ചു തരും തന്നെയൊക്കെ എന്താ ചെയ്യുന്നതെന്ന്. കുറ്റിച്ചൂലെടുക്കണമെന്ന് തൻ്റെയൊക്കെ വീട്ടിലത് കാണിച്ചാൽ മതി. തൻ്റെയൊക്കെ വീട്ടിലുണ്ടല്ലോ കുറേ പെണ്ണുങ്ങൾ, അമ്മയും സഹോദരങ്ങളൊക്കെ, അവരുടെ അടുത്ത് കാണിക്ക്. ജനങ്ങൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചതും പോരാ, കൊണ്ട് ചേർന്നിരുത്തിയതും പോരാ, ഇപ്പം ജനങ്ങളെ ഭരിക്കാനായിട്ട് വരുക, ജനങ്ങളെ ആക്ഷേപിക്കാൻ വരുക, ജനങ്ങളെ കളിയാക്കാൻ വരുക. അവർക്കൊന്നും ചെയ്ത് കൊടുത്തിട്ടുമില്ല. എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പിന്നെ പട്ടിക്ക് തന്നെ എന്തോ മുറുമുറുപ്പെന്ന് പറഞ്ഞതുപോലെ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ട്, എനിക്കത് അറിയില്ല. ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞു, അത് അറിയാമെന്നുള്ളവർക്ക് മനസ്സിലായി കാണും. എന്ന് പറഞ്ഞതുപോലെയാണ് തൻ്റെയൊക്കെ സ്വഭാവങ്ങൾ, ആ ചെയറിലിരിക്കുന്ന സാറിൻ്റെ സ്വഭാവവും. മനസ്സിലായോ? ചെയ്യേണ്ട കാര്യം മാപ്പ് പറയേണ്ടടുത്ത് മാപ്പ് തന്നെ പറയണം. ആ കുട്ടി പറഞ്ഞതിൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. വന്നേക്കുന്നു അവൻ്റെയൊക്കെ കുറേ പരിചാരങ്ങളുമായിട്ട്.